ഹായ് എവ്രി വൺ, ഞാനും ജിനു ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ കോഴിക്കോടൊക്കെ കണ്ടിങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കണ്ട കാഴ്ചയാണിതേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ബീച്ചിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ രസമായിട്ട് സംസാരിച്ച് തമാശകളൊക്കെ പറഞ്ഞ് കൗണ്ടർ അടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി. പക്ഷേ സമയം നട്ടുച്ചയായതുകൊണ്ട് ബീച്ചിൻ്റെ അടുത്തേക്ക് നമ്മൾ കടലിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത അത്രയും നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങി തണലൊക്കെ നോക്കി അങ്ങനെ നടന്ന് രസമായിട്ട് അങ്ങനെ നടന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. സ്ലോ മോഷൻ വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ജിനു ഫുള്ള് അടിപൊളിയാക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ ബീച്ചിക്ക് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ബീച്ച് എടുക്കാൻ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ടോ. പിന്നെ ഞാനും ഓളും വെറുതെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് സ്ലോ മോഷനൊക്കെ ആക്കി രസമായിട്ട് എന്തെങ്കിലും ഒരു പണി വേണ്ടേ. അങ്ങനെ ഞങ്ങൾക്കിങ്ങനെ ഇടയ്ക്കിങ്ങനെ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ജിനുവിനായാലും എനിക്കായാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ഭയങ്കര തമാശയായിരുന്നു. ഇത് കണ്ടിട്ട് ഭയങ്കര തമാശയായിട്ട് തോന്നി. ഞങ്ങൾ രണ്ടാൾ ഫോട്ടോയും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ കോപ്രായങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഒന്ന് ഹൈലൈറ്റ് മാളൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ഒന്ന് ഫുഡ് കഴിക്കുക, ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി പോരാ, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വലിയ പർച്ചേസിംഗ് ഒന്നും അവിടെ നിന്നൊന്നും ചെയ്യാറില്ല. സാധാരണ നമ്മളവിടെ പോവുക, എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ വാങ്ങിപ്പോരുക, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ എസ്കലേറ്ററിൽ മേലൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. ഞങ്ങൾക്ക് അതൊക്കെ രസമാണ് സത്യമായിട്ട്. ഇനി എത്ര കയറിയാലും നമുക്കതൊരു രസമാണ് കേട്ടോ. കാരണം നമ്മളൊക്കെ പണ്ടൊക്കെ ആ സ്റ്റെപ്പൊക്കെ കയറി ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ച ആളുകളെ ഭയങ്കരമായിട്ട് സമ്മതിക്കണം കേട്ടോ. കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് കുറേ കാഴ്ചകൾ കേട്ടോ. അവിടെ തന്നെ ഹൈലൈറ്റ് മാളിൽ ഒരു സ്ലൈഡിങ് ഉണ്ട് കേട്ടോ. താഴെ വരെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവാം. പിന്നെ അവിടെ തന്നെ നമുക്ക് സ്നോ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ പോയിട്ടുണ്ട്. ഒരു വട്ടം പോയതുകൊണ്ട് പിന്നെയും പോകണ്ടല്ലോ. നമ്മളെന്തൊക്കെയാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഓൾറെഡി. ആദ്യം തുടങ്ങിയ സമയത്തേ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഫുഡ് എവിടെ കിട്ടും എന്നൊക്കെ ആലോചിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ എവിടുന്ന് ഇപ്പോൾ ഫുഡ് വാങ്ങും, എന്ത് ഫുഡ് കഴിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചനയിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരാൾ ആ സ്ലൈഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് പോയിട്ട് ആളെ പിന്നെ കണ്ടതുമില്ല, എന്തായി എന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടാളും നല്ല അടിപൊളി മന്തി കഴിച്ചിട്ടോ. വിശന്നിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. നല്ല ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് പോയിട്ടോ, വീട്ടിലേക്ക് പോയി. ഓക്കെ, ടാറ്റാ, ബൈ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.